ഹായ് ഹലോ, ഞങ്ങളൊന്ന് വാരനാട് അമ്പലത്തിൽ പോവാണേ. അവിടെ ഉത്സവമാണ്, കുംഭഭരണിക്കാണ് കേട്ടോ അവിടുത്തെ ഉത്സവം. എല്ലാ വർഷവും ഒന്നും അങ്ങനെ പോവാറില്ല, എന്നാലും ഇത്തവണ അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ടോ. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു തീർന്നില്ല, രണ്ടും ചാടി വണ്ടിയെ കയറിട്ടോ. ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായില്ലെങ്കിൽ വഴിയെ കാണാൻ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ ചെന്നേ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നടന്നതിൻ്റെ രണ്ട് സൈഡിലും ഐവിൻകുട്ടൻ്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. നിറച്ച് കളിപ്പാട്ടങ്ങളായിരുന്നേ. ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട നേരെ അമ്പലത്തിലേക്ക് കയറിട്ടോ. അവിടുത്തെ ആർച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഫുൾ ലൈറ്റൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. 12 ആന ഉണ്ടായിരുന്നേ അമ്പലത്തിൽ. പക്ഷേ സാധാരണ പോലെ അല്ലായിരുന്നു. ആനകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അകലം പാലിച്ചാണ് കേട്ടോ ആനകളെ നിർത്തിയിരുന്നത്. അതുമാത്രമല്ല, ഇതുങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇത്ര മീറ്റർ അകലെയായിട്ട് ചുറ്റി വടം കെട്ടിയിട്ടുണ്ടായിരുന്നേ. ആ വടത്തിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. പാപ്പാമാർക്ക് മാത്രമേ ആനകളുടെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അതെന്തായാലും നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നി. ആനകളുടെ അടുത്തുനിന്ന് ആളുകൾ ഇച്ചിരി മാറി നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് ആനയ്ക്കായാലും ആളുകൾക്കായാലും. അങ്ങനെ എല്ലായിടത്തും തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ഐവിൻകുട്ടനും ബാനൂട്ടിയും അവരുടെ ഡ്യൂട്ടി തുടങ്ങി നേരെ കളിപ്പാട്ടക്കടയിലേക്കാണ് കേട്ടോ കയറിയത്. എനിക്ക് ഏത് ടോയ് വേണം എന്നത് ഐവിൻകുട്ടനെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നേ. അവിടെ എല്ലാം അവൻ പിറക്കിയെടുക്കാൻ നോക്കി. അവസാനം ഞങ്ങൾ നിർബന്ധിച്ച് ഈ ബസ് എടുപ്പിച്ചു കേട്ടോ. അവൻ പറയുന്നതിനൊക്കെ വലിയ വിലയാണ് കേട്ടോ. അതൊന്നും എടുത്തു കൊടുത്താൽ ശരിയാവില്ല. ഈ ബസ് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയല്ലോ എന്നൊരു സമാധാനത്തിൽ ഐവിൻകുട്ടൻ അങ്ങനെ നിൽക്കുവാണേ. ബാനൂട്ടി മേടിച്ചത് ക്ലേ ആണ് കേട്ടോ. കണ്ടപ്പോഴേ അത് മതിയെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സമയം കൂടിയൊക്കെ അവിടെ നിന്ന് ഇരുട്ടൊക്കെ വീട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.